ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള പി എസ് സിയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. LDC മെയിൻസിൻ്റെയും അതുപോലെ തന്നെ LGS മെയിൻസിൻ്റെ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ഈ അടുത്തന്നെ വരുമെന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓരോ ജില്ലയിലും എത്രത്തോളം വാക്കൻസീസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നവംബർ 20 LDC മെയിൻസിൻ്റെ എക്സാം. LDC പ്രിലിംസിൻ്റെ എക്സാം എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഈ 2021 തന്നെയാണ് രണ്ടും നടന്നത്. 2021 ഫെബ്രുവരിയിൽ, അതായത് 2021 തുടക്കത്തിൽ LDC പ്രിലിംസ് നടത്തി. അതിനിടയ്ക്ക് വേഗം റിസൾട്ട് വന്നു. അതുപോലെ തന്നെ നമ്മളുടെ 2021 കഴിഞ്ഞതോടുകൂടി, അതായത് 2021 കഴിയാനാവുന്ന സമയത്ത് അതിൻ്റെ മെയിൻസിൻ്റെ എക്സാം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സി ഇതുപോലെ LDC പറഞ്ഞൊരു വലിയൊരു പരീക്ഷ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ 10th ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും അതുപോലെ 12th ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും എല്ലാം തന്നെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിലിംസ് നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിന് മെയിൻസ് എക്സാം എഴുതിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു സെലക്ഷൻ. ഈ ഒരു പ്രോസസ്സ് ആദ്യമായിട്ടാണ്. മുമ്പെന്ന് പറയുമ്പോൾ ഒരു പരീക്ഷ എഴുതുക, അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് ആൾക്കാരെ എടുക്കുന്നതായിരുന്നു മുമ്പത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാ എക്സാമുകൾക്കല്ല കേട്ടോ, ജനറൽ PSC എക്സാമുകൾക്ക് മാത്രമാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ടെക്നിക്കൽ എക്സാമുകൾക്ക് ഇപ്പോഴും ഒരു പരീക്ഷ തന്നെയാണ്. പക്ഷേ ചില ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതാണ്ട് ഒരേപോലെയുള്ള ലെവൽ, ഡിപ്ലോമ ലെവലിലുള്ള എല്ലാ പരീക്ഷകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കോമൺ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. മുൻപും അങ്ങനെ തന്നെയാണ്. ഒരേപോലുള്ള പരീക്ഷകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർ കോമൺ ടെസ്റ്റ് നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ജനറൽ PSC അത്രയും ഉദ്യോഗാർത്ഥികളൊക്കെ എഴുതുന്ന ഒരു പരീക്ഷ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേരള PSC ഇങ്ങനെയൊരു സംഭവം ആവിഷ്കരിക്കുന്നത്. 10th ക്ലാസ് വരെ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക്, ഇപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആൾക്കാർക്കൊക്കെ ഒരു പരീക്ഷ ഉണ്ടാവും. മുമ്പൊക്കെ അതൊക്കെ ഓരോരോ പരീക്ഷ, ഇപ്പോൾ LGS വേറൊരു പരീക്ഷയായിട്ട് നടത്തും, അല്ലെങ്കിൽ LDC പറയുമ്പോൾ ഡിഗ്രിക്കാർക്ക് വരെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. LGSൽ ചില പോസ്റ്റുകളൊന്നും തന്നെ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്, അതായത് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരും എല്ലാം എഴുതുന്ന രീതിയിലായിരുന്നു ഈ ഒരു പരീക്ഷ ശരിക്കും പറഞ്ഞാൽ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ SSC നമ്മൾ കണ്ടിട്ടുണ്ട്, SSC CGL ഉണ്ട്, CHSL ഉണ്ട് അല്ലേ. അത് ഡിഗ്രി ലെവലുള്ള ആൾക്കാർക്കും ഗ്രാജുവേറ്റ് ലെവലുള്ള ആൾക്കാർക്കും ഹയർ സെക്കൻഡറി ലെവലുള്ളവർക്കും 10th ഇതുപോലെയുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷകളൊക്കെ മുമ്പ് വേറെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരള PSC ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ് എഴുതുന്ന ആൾക്കാർ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സ്കോർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നിട്ട് ഇതിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് നമ്മളൊരു വീണ്ടും ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാ റാങ്ക് ലിസ്റ്റിലും ഒരേ ആൾക്കാരൊക്കെ വരാനുള്ള സാധ്യതയാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അവിടെ ഒക്കെ വാക്കൻസി ആയിരിക്കും. അതൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ചാൻസ് നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാലോ, PSC ഒരു കാര്യം എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പിന്നോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ള വിശ്വാസ്യത കൂടെ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവരതിനെക്കുറിച്ചിട്ടൊന്നും ചെയ്യില്ല. ഇപ്പോൾ എങ്ങനെയാണോ പ്രൊസീജിയർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പോകാൻ തന്നെയാണ് കേരള PSC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ കേരള PSC എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ PSC എഴുതുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല, എന്താണ് ഈ സംഭവം എന്നുള്ളത് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതവർക്ക് ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്നതുകൊണ്ടാണ് ഞാനത് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ LDC പരീക്ഷയെ കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ LDC പറയുമ്പോൾ നമ്മുടെ പാവങ്ങളുടെ IAS എന്നൊക്കെ അറിയപ്പെടുന്ന പരീക്ഷയാണ്. ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ളൊരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ MTech എടുത്തിട്ടുള്ള ആൾക്കാർ വരെ പരീക്ഷ എഴുതുന്നുണ്ട്. ഒന്നാമതിപ്പോൾ ജോലി ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. എന്നിരുന്നാൽ കൂടി MTech ക്വാളിഫിക്കേഷനുള്ള ഒരാളെ എഴുതി കഴിഞ്ഞാലും അയാൾക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ട് പോകാനുള്ളൊരു സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഈ പറയുന്ന LDC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന റിസൾട്ട് തന്നെയാണ് ഈ പറയുന്ന LDCൻ്റെ റിസൾട്ട്. അപ്പോൾ കുറേ കാലമായി ശരിക്കും പറഞ്ഞാൽ നീട്ടി വലിച്ച് കൊണ്ടുപോയതാണ്. 2019, 20 ആ ഒരു സമയത്ത് നടക്കേണ്ടിയിരുന്നതായിരുന്നു. അത് പക്ഷേ പല കാരണങ്ങൾ, കൊറോണ, അതിനിടയിൽ കൂടെ നിപ്പ അത് ഇതെന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ മാറി ലേറ്റായിട്ട് നടത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായി. കാരണം
4-5 ഘട്ടങ്ങളിലായിട്ടാണ് പ്രിലിംസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാർക്കുകൾ ഏകീകരിച്ചിട്ടാണ് അവരൊരു ഫൈനൽ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ആൾക്കാരായിരുന്നു മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്, LDC മെയിൻസ്. അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ നല്ല ഇത്തിരി വിവരമൊക്കെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ കയറി കൂടാൻ വേണ്ടിയിട്ട്. അതിനും വേണ്ടിയിട്ട് ഇത്തവണ മെയിൻസ് എക്സാം വളരെ ടഫായിരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ 10th ലെവലുള്ള പരീക്ഷകൾക്കും ഡിഗ്രി ലെവലുള്ള പരീക്ഷകൾക്കും മുമ്പ് PSC കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കുറേ പാറ്റേൺ ചേഞ്ചും അതുപോലെ തന്നെ ആകെ മൊത്തം അടിമുടി മാറിയിട്ടായിരുന്നു ഇത്തവണ PSC 2021 മുതൽ അങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ കൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ റിസൾട്ട് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും അവർ ഏകീകരിക്കുക എന്നുള്ളത് നമ്മൾക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. പ്രിലിംസ് എങ്ങനെയൊക്കെയോ കയറിക്കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രിലിംസ് നല്ല സ്കോറിൽ കയറിക്കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് പ്രിലിംസിൽ 100-ൽ 90 കിട്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം പേര് ഉണ്ടെന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. ജസ്റ്റ് കട്ട് ഓഫ് 50 കടന്നിട്ടുള്ള ആൾക്കാരും ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ഹൈ മാർക്കുള്ള ആൾക്കാർക്കൊക്കെ ഇത്തവണ വളരെ കുറവ് മാർക്ക് എന്നാണ് അറിഞ്ഞത്. ജസ്റ്റ് കട്ട് ഓഫ് കയറിയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ സർവേ ഒക്കെ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് വരാനായിട്ട് പോകുന്നത് എന്തായാലും ഷോർട്ട് ലിസ്റ്റ്, നമ്മൾ ഈ ഒരു എക്സാം എഴുതിയ ആൾക്കാരിൽ നിന്നും ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മുമ്പെന്ന് പറയുമ്പോൾ ഒരു 1000 പേര് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാരെ ഓരോ ജില്ലയിലും ഓരോ തരത്തിലാണ് കേട്ടോ. അവിടെയുള്ള ആൾക്കാരുടെ എഴുതിയതിൻ്റെ എണ്ണം അനുസരിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് അഡ്വൈസുകളൊക്കെ പോയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് അവർ ലിസ്റ്റും തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള കുറേ അത് PSC നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ കുറയ്ക്കൊന്നുമില്ല, പരമാവധി ആൾക്കാരെ ഉൾപ്പെടുത്തും എന്നൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ടറിയാം. ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റോടുകൂടി, അതായത് ഈ മാസം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കോ ആയിട്ട് തന്നെ പരമാവധി അവർ ഷോർട്ട് ലിസ്റ്റ്, അതായത് സാധ്യതാ പട്ടിക തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ ഏപ്രിലോ അതിന് മുമ്പായിട്ട്, എന്തായാലും ഏപ്രിൽ ആവും തന്നെ തോന്നുന്നത്. ആ സമയത്താകുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതാണ് പറയും. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ജീവനക്കാരുടെ എണ്ണം കുറവുണ്ട്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന അത്ര ആൾക്കാർ ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയൊരു ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. മൂല്യനിർണ്ണയമൊക്കെ വാലേഷനൊക്കെ ഒരുവിധം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കേട്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. കാരണം ഇവർ നേരത്തെ ചെയ്യാൻ തന്നെയായിരിക്കും സാധ്യത. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചെയ്യുന്ന സമയത്ത് തുടക്കം മുതലേ പാകപ്പിഴകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് പല പല പ്രശ്നങ്ങളൊക്കെ നടന്നു വന്നതുകൊണ്ട് എന്തായാലും പരമാവധി ഒരാളും കംപ്ലൈൻറ്റ് പറയാത്ത രീതിയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ തന്നെ ആയിരിക്കണം PSC ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ജീവനക്കാരുടെ കുറവുള്ളത് കൊണ്ടാണ് ഈ ഒരു ലാഗ് ഇപ്പോൾ തൽക്കാലം വന്നിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ ഇനി ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്നാലും പരമാവധി അവരൊരു ഏപ്രിലാകുമ്പോഴേക്കും തന്നെ തീർക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ എത്രത്തോളം വാക്കൻസികൾ ഓരോന്നിലും റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് പറയാം. LDCക്ക് ഏതാണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് നമ്മൾ മൊത്തമായിട്ട് എടുക്കുമ്പോൾ എല്ലാ ജില്ലകളിലും കൂടെ 14 ജില്ലകളിലും കൂടെ 537 വാക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LGSന് 442 വാക്കൻസീസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ LDC LGS മെയിൻ ലിസ്റ്റ്, അതായത് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് ക്യാൻസലായത് ഓഗസ്റ്റ് 4, 2021. അപ്പോൾ ഓഗസ്റ്റിൽ ക്യാൻസലായി. ഇപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഇപ്പോൾ ഏതാണ്ട് 5 മാസം കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ 5 മാസത്തിൻ്റെ വാക്കൻസിയും ആണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് അപ്പോഴത്തേക്കും പിന്നെയും സമയമെടുക്കും. അപ്പോൾ ഒരു 3 വർഷത്തെ കാലാവധി ഉണ്ടാവും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി സമയമെടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ റിപ്പോർട്ടിങ്ങും കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ 40 ഒരു വാക്കൻസി ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേക്കും എന്തായാലും നല്ലോണം വാക്കൻസികൾ കൂടും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ വെറുതെ ഇത് കൂടില്ല. PSCയിലേക്ക് പരമാവധി റിപ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളത് ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ജോലിയാണ്. അപ്പോൾ എത്രത്തോളം അവർ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നു, വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വാക്കൻസിയിൽ എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നോ അത്രത്തോളം നല്ല രീതിയിൽ അഡ്വൈസുകൾ പോകും. അത്രത്തോളം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പേർക്ക് ജോലി സാധ്യതയും ഉണ്ടാവും. അങ്ങനെ കാലാവധി കഴിയുമ്പോഴത്തേക്കും പരമാവധി ആ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി ഓരോ ജില്ലയിലെയും എത്രത്തോളം വാക്കൻസീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പറയാം. അതിൽ LDയും LGSും, ആദ്യം ഞാൻ പറയുന്നത് LD ആണ് കേട്ടോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് 53 LDC വാക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LGS 58. കൊല്ലത്ത്
55 LDC വാക്കൻസികൾ, LGS 15 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പത്തനംതിട്ട 31 LDC വാക്കൻസി, 28 LGS വാക്കൻസി. ആലപ്പുഴ 23 LDC വാക്കൻസി, 22 LGS വാക്കൻസി. കോട്ടയം 31 LDC വാക്കൻസി, 25 LGS വാക്കൻസി. ഇടുക്കി 21 LDC വാക്കൻസി, 34 LGS വാക്കൻസി. എറണാകുളം 89 ഇപ്പോൾ LDC തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. LDCയും LGSും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. LGS 60 വാക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ. തൃശ്ശൂർ 48 LDC, 42 LGS. പാലക്കാട് 42 LDC, 22 LGS. മലപ്പുറം 43 LDC, 24 LGS. കോഴിക്കോട് 38 LDC, 54 LGS. വയനാട് 15 LDC, അതുപോലെ LGSന് 9 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടും. കണ്ണൂർ 32 LDC വാക്കൻസി, 37 LGS വാക്കൻസി. കാസർഗോഡ് 16 LDC വാക്കൻസിയും 12 LGS വാക്കൻസി. അങ്ങനെ മൊത്തം സ്റ്റേറ്റ് വൈഡ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൂടെ 537 LDC വാക്കൻസിയും 442 LGS വാക്കൻസീസുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും ഇങ്ങനെയാണ് ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓരോ ജില്ലയും കഴിഞ്ഞ തവണയൊക്കെ 500-ലധികമൊക്കെ വാക്കൻസീസൊക്കെ പോയിട്ടുണ്ട്. 500-ലധികം പേരൊക്കെ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇത്രയല്ലേ വാക്കൻസി ഉള്ളൂ. ഇനിയിപ്പോൾ അത്രയ്ക്കൊന്നും വാക്കൻസി വരില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് വാക്കൻസി ഒക്കെ വരുന്നുണ്ട്. 2023-24 ആ ഒരു ടൈമിൽ എന്തായാലും കുറേ റിട്ടയർമെൻറ്റ് വാക്കൻസികൾ വരും. അങ്ങനെ പിന്നെ കുറേ പേരൊക്കെ നല്ല നല്ല പോസ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ LDCന്ന് നല്ല പോസ്റ്റുകൾ, ഹൈ ലെവൽ ഡിഗ്രി ലെവലുള്ള കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും അങ്ങോട്ടേക്ക് ചാടും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വാക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ വാക്കൻസികൾക്ക് എന്തായാലും കുറവുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്രത്തോളം അഡ്വൈസുകൾ പോകുമോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് കണ്ടുതന്നെ അറിയണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ എറണാകുളത്താണ്. രണ്ടും LDCയും LGSും ഇവിടെ തന്നെയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്കിയുള്ളത് ഇപ്പോൾ 40, 15 അങ്ങനെയുള്ളതൊക്കെ മെല്ലെ മെല്ലെ കൂടും. അതെന്തായാലും അത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നാലേ അത് കൂടുള്ളൂ. കാരണം അപ്പോഴേ അവിടെയുള്ള ആ ലിസ്റ്റിലുള്ള ആളുകൾ നല്ലോണം വർക്ക് ചെയ്തിട്ട് ആ വാക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും കൂടും. അപ്പോൾ എല്ലാവർക്കും പരമാവധി നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ജോലി കിട്ടട്ടെ. മാക്സിമം അവർ വാക്കൻസി കൂടി അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് എല്ലാവരും കയറട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇറ്റ്സ് PSC എന്നുള്ള ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്ലേലിസ്റ്റും കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. എസ്പെഷ്യലി ഇലക്ട്രോണിക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയ എല്ലാ പ്ലേലിസ്റ്റും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടെ പറയുന്നു, വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ടും എഴുതുക. താങ്ക്